إلى حضرة سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സൂറത്തു ലുഖ്മാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 400-ാമത്തെ പേജ് മുതൽ എന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് 410-ാമത്തെ പേജ് മുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, 400 മുതൽ 10 വരെയുള്ള പേജുകളൊക്കെ എന്ത് ചെയ്യണം, ഓതി തീർക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് സൂറത്തു ലുഖ്മാനാണ്. ലുഖ്മാൻ സൂറത്ത്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ആ ഒരു വലിയ മഹത്തായ സൂറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഒന്ന് പാരായണം ചെയ്യാം. അതിന് ശേഷമുള്ള സജദ സൂറത്ത്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തും കൂടിയാണ് സജദ സൂറത്ത്. അതും കൂടി നമുക്ക് നോക്കണം ഇൻഷാ അല്ലാഹ്. 410 മുതൽ 420 വരെയുള്ള ആയത്തുകളാണ് നോക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في عذنيه وقرا فبشره بعذاب അലീം. തൻവീന് ശേഷം ഹംസ വന്നു. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ബിഅദാബിൻ അലീം. ഇന്നല്ലദീന ആമനു, ശദ്ദുള്ള നൂന് മണിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ലഹും ജന്നാതുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖൻ വഹുവൽ അസീസുൽ ഹകീം. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم
وبث فيها من كل دابة. മദ് ലാസിമാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നാൽ അവിടെ പിന്നെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരിക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ബാഇന് ഷദ്ദായതുകൊണ്ട് ബ് പ്ലസ് ബ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുക്കൂന വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ് ലാസിമാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ഫഅംബത്ന സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നു. നൂനിനെ മറിച്ച് മീമാക്കണം. ഇഖ്ലാബ് അല്ലേ? അതിൻ്റെ പേര് മറിക്കുക എന്നായപ്പോൾ ഇഖ്ലാബായി. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഒരാൾ ചോദിച്ചിരുന്നു, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നാലും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാലും ഒരുപോലെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ്. അതേ, ഒരുപോലെയാണ് ഉച്ചരിക്കേണ്ടത്. രണ്ടും സെയിം ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം നൂനിനെ മറിച്ച് മീമാക്കും. അപ്പോൾ പിന്നെ മീമിൻ്റെ ശേഷം ബ ആയി. മീമിൻ്റെ വേഷം ബ വന്നാൽ പിന്നെ മീമിൻ്റെ ശേഷം ബ അതിനടോ പിന്നെ മാറ്റാനൊന്നുമില്ല. അപ്പോൾ ഉച്ചാരണം ഒന്ന് തന്നെയാണ്, പക്ഷേ അവിടെ മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറയും. അതല്ലാതെ ഫഅൻബത്ന എന്ന് വായിക്കാൻ പാടില്ല, ഓതാൻ പാടില്ല എന്നർത്ഥം. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നാൽ അവിടെ ഇഖ്ലാബ്, നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. അപ്പോൾ മീമാക്കി കൊടുത്താൽ പിന്നെ മീമിൻ്റെ നിയമമായി. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാലുള്ള നിയമം എന്താണ്? ഇഖ്ഫ ആണ്. അപ്പോൾ ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കലാണെന്നുള്ള. എങ്ങനെ? ഫഅം ബ എന്നല്ല ഫഅംബത്ന, ആ ഒരു രൂപത്തിലാണ് ഓതേണ്ടത്. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. തൻവീൻ്റെ ശേഷം മീം വന്നു, ഇദ്ഗാം ചെയ്യണം. നൂന് വാവ് മീമ് യാ. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൂന് വാവ് മീമ് യാ നൗമി എന്നതിലെ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഇൻ്റെ നിയമങ്ങൾ. മിൻ ദൂനിഹി ബലില്ലാലിമൂൻ. മിൻ ദൂനിഹി അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഹി എന്നതിന് നീട്ടേണ്ടതാണ്. സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിലാണെങ്കിൽ അതിലൊക്കെ നീട്ടാനുള്ള ചിഹ്നമുണ്ടാകും. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഖുർആനിൻ്റെ ലിപി ഉണ്ടല്ലോ, അതിൽ നോക്കിയിട്ടാണ് ഓതുന്നതെങ്കിൽ അതിൽ ലിപി ഉണ്ടാവുകയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവിൻ്റെ പരമാവധി അത് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിൽ നോക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം. അതിലൊക്കെ ഒരുപാട് ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, ഓതാൻ നമുക്ക് വലിയ എളുപ്പമാണ്. മറ്റേ നോക്കിയിട്ട് നമുക്ക് ഓതാൻ എളുപ്പം, അതിലാണ് ഓതാൻ എളുപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വെച്ച ആ രൂപത്തിൽ നിന്ന് വല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചു വെക്കാതെ നമ്മളിങ്ങനെ ഓതി വെച്ച ആ ഒരു രൂപമാണല്ലോ, അതിൽ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ഹി എന്നതിന് അതിൽ നീട്ടാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹി എന്നുള്ളത് നീട്ടാതെ ഓതിയാൽ അപ്പോൾ ഒരു അക്ഷരം വിട്ടു. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം പോവുക എന്നുള്ളത് വലിയ, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മനഃപൂർവ്വമാകുമ്പോൾ അതിന് വലിയ കുറ്റമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി ആ മുസാഫിൽ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കരുത്, അത് ഒഴിവാക്കണം. ഇതിൽ നിന്ന് ഓതി പഠിക്കണം, അപ്പോഴേ നമുക്ക് പെട്ടെന്ന് തിരിയുകയുള്ളൂ. മറ്റത് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഈ നിയമം പഠിച്ച ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസം ഉണ്ടാവില്ല. അതിൽ ഹി എന്നതിന് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അതിൽ പിന്നെ എന്ത് ചെയ്തു, അതിൽ ചിഹ്നങ്ങളൊന്നും കാണുന്നില്ല, മിക്ക ചിഹ്നങ്ങളും കാണുന്നില്ല. അത് ഓതാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത്ര പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓതാൻ അറിയാത്ത സാധാരണക്കാരായ നമ്മെപ്പോലാത്ത ആളുകൾക്ക് അതൊരു പ്രയാസം തന്നെയാണ്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അത് പ്രായമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അവരോട് ഞാൻ പറയില്ല, കാരണം
അതിലങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓതി പഠിച്ച ആളുകളാണെങ്കിൽ പ്രയാസം ഉണ്ടാകില്ല. പണ്ട് മുതൽ നല്ല പിന്നെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുകൊണ്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഓതി പഠിച്ച ആളുകളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് വലിയ പ്രയാസം തന്നെയാകും. അങ്ങനെ ഓതുന്ന ഒരാൾക്ക് പിന്നെ നല്ല ഇഖ്ലാസോടുകൂടെ ഓതുന്ന ഒരാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, പിന്നെ നിങ്ങൾ ഓതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രൂപത്തിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ പിന്നെ പെരുമാറുകയും ചെയ്യരുത്. അവർക്ക് നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക. കാരണം പ്രായമുള്ളവരാകുമ്പോൾ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവരോട് ഞാൻ എന്ത് ചെയ്യുക, പിന്നെ ഞാനിത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതെന്ത് ചെയ്യാ, പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുക എന്ന് മാത്രം. പ്രത്യേകമായിട്ട് അവരോടൊക്കെ പറയാനുള്ളത് പ്രത്യേകം നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പിന്നെ ഉണർത്തുകയാണ്. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ أَنِ اشْكُرْ لِلَّهِ وَمَنْ يَشْكُرْ فَإِنَّمَا يَشْكُرُ لِنَفْسِهِ وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. തൻവീനേശം ഹ ഒന്ന് ഇദ്ഹാറിൻ്റെ അക്ഷരം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ. ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലിബിനിഹി എന്നാണ് വായിക്കേണ്ടത്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ لِابْنِهِ എന്നല്ല, അല്ലെങ്കിൽ ഇബ്നിഹി എന്നല്ല, ലിബ്നിഹി وَهُوَ يَعِظُهُ. ലിബ്നിഹി ഹി എന്നുള്ളിടത്ത് നീട്ടാനുണ്ട്. നമ്മൾ മലബാരി മുസാബിലൊക്കെ പൊന്നാനി മുസാബൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹി എന്നതിന് നീട്ടാനുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് നമ്മളിങ്ങനെ നീട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ, ഹി എന്നതിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഇല്ല എങ്കിൽ നീട്ടും. ഇവിടെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് നീട്ടണം. ലിബിനിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. റാഇന് സുക്കൂനെ മുമ്പ് കസർ തർക്കീക്ക് ചെയ്യണം. ووصينا الإنسان بوالديه حملته എന്നതിന് നീട്ടാൻ പാടില്ല. حملته أمه وهنا على وهن. ഉമ്മുഹു എന്നതിന് നീട്ടണം. حملته أمه وهنا على وهن وفصاله. അവിടെ വഖഫ് നീട്ടണ്ട. ഫീ ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا وَاتَّبِعْ سَبِيلَ مَنْ أَنَابَ ഇലയ്യ എന്നുള്ള വഖഫ് ഇലൈ. ثُمَّ إِلَيَّ مَرْجِعُكُمْ فَأُنَبِّئُكُمْ بِمَا كُنْتُمْ تَعْمَلُونَ. يَا بُنَيَّ إِنَّهَا إِن تَكُ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ من خاء إظهار جنم فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. തർക്കീക്ക് ചെയ്യണം. ബസീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, തർക്കീക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക.
يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ഓതുമ്പൊക്കെ നിയമങ്ങൾ ശ്രദ്ധിക്കണം, ഇൽഹാർ ചെയ്യണം. ولا تسعر خدك للناس ولا تمش في الأرض مرحا ولا تسعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير إن أنكر الأصوات لصوت الحمير ألم تروا أن الله سخر لكم ما في السماوات വഖഫ് ചെയ്തപ്പോൾ മദ് ആരിദ്, വഖഫ് ചെയ്തപ്പോൾ താന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നു, അപ്പോൾ മദ് ആരിദ് വരും. മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. ഇവിടെ ആബാഅന വഖഫ് ചെയ്യുമ്പം ആ മദ് ഒഴിവാകും, അവസാനത്തെ മദ് ഒഴിവാകും. ആബാഅന ബാ എന്നുള്ളിടത്ത് മദ് മുത്തസിലാണ്, അതുണ്ടാവും. പിന്നെ അടുത്ത് ഓതുമ്പം അവലൗ, അപ്പോൾ പിന്നെ ആ മദ് നോക്കണ്ട, നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആബാഅന അവലൗ കാന ശൈത്താനു യദ്ഊഹും ഇലാ അദാബിസ് സഈർ. തിരിയുന്നുണ്ടല്ലേ? ومن يسلم وجهه إلى الله. ഹു എന്നതിന് കൂടുതൽ നീട്ടാൻ കാരണം ശേഷമുള്ളത് ഹംസ ആയതുകൊണ്ടാണ്. ഹംസ നീട്ടാനുള്ള കാരണം എന്താ? ഹു എന്നത് നീട്ടാനുണ്ടായത് കൊണ്ടാണ്. ഹു അതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പുള്ള അക്ഷരം ഹ എന്നുള്ളതാണ്, അതിന് ശേഷമുള്ളത് ഇ എന്നുള്ളതാണ്. അപ്പോൾ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് ഹു എന്നതിനെ നീട്ടിയപ്പോൾ അതിന് ശേഷമുള്ളത് പിന്നെ നോക്കണം. അതിന് ശേഷമുള്ളത് ഹംസയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഒന്നുകൂടി നീട്ടേണ്ടതാണ് മദ് മുൻഫസിൽ. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور ومن كفر فلا يحزنك كفره
إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور عليم بذات تنوين شنبا ونو إقلاب نمتعهم قليلا ثم نضطرهم إلى عذاب غليظ ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض إن الله هو الغني الحميد ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده 7 أبحر ما نفدت كلمات الله إن الله عزيز حكيم ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور وإذا غشيهم موج كالظلل മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, ഒറ്റ മീമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരിക. وإذا غشيهم موج كالظلل دعوا الله
دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. തൻവീൻ്റെ ശേഷം കാഫ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده يوما لا തൻവീൻ ശേഷം ലാം വന്നു ഇദ്ഗാം ബിലാവുന്ന ലാം റാ لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. സൂറത്തു സജദ. ഈ സൂറത്ത് നാം ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു സജദ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം നിത്യവും പാരായണം ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച ആ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. പ്രത്യേകമായിട്ട് 7 സൂറത്തുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്താണ് സൂറത്തു സജദ. പിന്നെയുള്ള സൂറത്ത് യാസീൻ 3 എണ്ണമായി. പിന്നെയുള്ളത് സൂറത്തു ദുഖാൻ 4 എണ്ണമായി. പിന്നെയുള്ളത് സൂറത്തുർ റഹ്മാൻ 5 എണ്ണമായി. പിന്നെയുള്ളത് സൂറത്തുൽ വാഖിയ 6 എണ്ണമായി. പിന്നെയുള്ളത് സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് 7 എണ്ണമായി. ഈ 7 സൂറത്തുകളും ദിവസവും നാം പാരായണം ചെയ്യണം. അതിൻ്റെയൊക്കെ പുറമെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. ഈ 7 എണ്ണം പ്രത്യേകമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ദിവസവും പാരായണം ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രത്യേകം പാരായണം ചെയ്യേണ്ടതുണ്ട്. പിന്നെ സൂറത്തായതുകൊണ്ട് പ്രത്യേകം നാം പാരായണം പഠിക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. ഇതെങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെതായ കാഫ് ഹാ യാ ഐൻ സാദ് അത് ഏത് കാലത്തും നമുക്ക് ഓർമ്മ വരുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു മെത്തേഡ് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ അത് നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊന്നും കേൾക്കുന്നില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി
ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഫീഹി, ഹി എന്നതിന് നീട്ടാത്തതിൻ്റെ കാരണം തൊട്ട് മുമ്പുള്ള യാന് സുക്കൂൻ ആയതുകൊണ്ട്, ഒന്നുമില്ല, അതുകൊണ്ട് സുക്കൂനാണ്. أم يقولون افتراه أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. لتنذر قوما ما أتاهم من نذير من قبلك. لتنذر إخفاء ചെയ്യണം. قوما ما തൻവീന മീം വന്നു, നൗമി ഇദ്ഗാമും ബിഗുന്ന. അതാഹും മി അല്ലേ, ഇദ്ഗാമും ബിഗുന്ന. അതാഹും സുക്കൂണുള്ള മീമിൻ്റെ അസലുള്ള നിയമമാണ്. أتاهم قوم لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه. അവിടെ വഖഫ് ചെയ്തപ്പോൾ ഹാന് സുക്കൂന് മുമ്പ് കസർ, പിന്നെ മുമ്പ് സുക്കൂനുള്ള യാ വന്നു, മദ്ദലീന് വരും. ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. ثم جعل نسله من سلالة من ماء مهين. തൻവീന് ശേഷം മീം വന്നു, സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം മീം വന്നു, ഇദ്ഗാം ചെയ്യണം. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة. തായിനെ ഹാത്തായിനെ മറിച്ച് ഹ് എന്നാക്കുക. വൽ അഫ്ഇദ قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. ربهم ഇദ്ഹാർ ചെയ്യണം. റബ്ബിഹിം എന്ന് പറഞ്ഞാൽ വെളിവാക്കണം, എന്ന് പറയണം. റബ്ബിഹിം ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون.
ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. പറയുന്ന നിയമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാ നിയമങ്ങൾ കൃത്യമായിട്ട് പറയണോ അതല്ല ഇപ്പോൾ ഓതുന്നത് പോലെ ഓതിയാൽ മതിയോ എന്നൊക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവില്ലല്ലോ ക്ലാസ്സുകളൊക്കെ. നേരത്തെ ലൈവായപ്പം പ്രയാസങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാവുകയാണ്. നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ സ്ഥിരമായിട്ട് ഓതുകയാണെങ്കിൽ ഓത്ത് വളരെ ക്ലിയറാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ തൻവീന് ശേഷം ഹ വന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم. സീല എന്നുള്ളിടത്ത് നിർത്തണമെങ്കിൽ നിർത്താതിരിക്കാൻ നല്ലത്, ചേർത്തി ഓതലാണ് നല്ലത്. നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. ഈ ആയത്ത് ഓതിയപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചെല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 4 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. സുജൂദ് ചെയ്യാൻ അവസരമില്ലെങ്കിൽ എന്നാണ് പറഞ്ഞ് സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ്, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ്. ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. അഥവാ നിസ്കാര കുപ്പായത്തിലൊക്കെ നിന്നുകൊണ്ട് സഹോദരിമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഞാൻ തസ്ബീഹ് അല്ല നിൽക്കരുത്. തസ്ബീഹ് ചൊല്ലിനോട് കുഴപ്പമുണ്ടായിട്ടല്ല, അവിടെ ചെയ്യേണ്ടത് ഇപ്പം എന്ത് ചെയ്യുക, നേരെ എഴുന്നേറ്റ് നിൽക്കുക. നിന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുക. നേരെ എന്ത് ചെയ്യുക, സുജൂദിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. എന്ത് ചെയ്യുക, തസ്ബീഹ് ചൊല്ലുക, നേരെ ഇരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം തന്നെ ശീലാക്കണം. അതിനാണ് ഇപ്പം തന്നെ പറഞ്ഞത്. ഇനി അതിന് സാധ്യമല്ല എങ്കിൽ തസ്ബീഹ് ചെല്ലുക. ഞാൻ ഇപ്പം അത് ചെയ്യാത്തത്, ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, ഇവിടെ നിന്ന് ഇപ്പം ചെയ്യുന്നപ്പോൾ നിങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മളെ ക്ലാസ്സിന് പിന്നെ അത് കട്ടാക്കിയിട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون
فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون. വൂൻ അവിടെ ഒരു മദ്ദുണ്ട് അല്ലേ, മദ്ദറ ചെറിയ വാവ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാവ് ഒരു പക്ഷേ മറ്റു മുസ്ഹഫുകളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല, ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്, ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് വേണം. അമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫലഹും ജന്നാത്തുൽ മഅ്വാ നുസിലം ബിമാ കാനൂ യഅമലൂൻ. മറ്റു മുസാഫിലില്ലാതെ മൊബൈലത്തെ മുസാഫില്ല, പിന്നെ മലബാരി മുസാഫിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കുറവാന്നാണ് പറഞ്ഞത്. അല്ല ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്നതിനൊക്കെ ഉണ്ടാവും. وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. നമ്മൾ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈലുമായിട്ട് കൂടുതൽ ബന്ധമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കേൾക്കുന്നതെങ്കിൽ പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ പിന്നെ വലത് ഭാഗത്ത്, ആ സ്ക്രീനിൻ്റെ വലത് ഭാഗത്ത് ഒരു ചിഹ്നം ഉണ്ടാവില്ല, ഒരു കള്ളി പോലത്തെ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുന്ന രൂപത്തിൽ കാണും, അല്ലെങ്കിൽ ചെറിയ ഒരു എഴുത്തായിട്ട് കാണും. ومن أظلم ممن ذكر بآيات ربهم ثم أعرض عنها إنا من المجرمين منتقمون. ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه. റാഇന് സുക്കൂന് മുമ്പ് കസർ തർക്കീക്ക് ചെയ്യണം. ഇനി തഫ്ഖീം ചെയ്യേണ്ട സ്ഥലമുണ്ട്. റാഇന് സുക്കൂന് മുമ്പ് കസർ, അതിൻ്റെ ശേഷമുള്ള അക്ഷരം, റാഇന് ശേഷമുള്ള അക്ഷരം യാഇൻ്റെ സ്ഥാനത്ത് ഇസ്തിഇലാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഇസ്തിഇലാഇൻ്റെ അക്ഷരം ഖുസ്സ ലിഗ്തിൻ ഖിദ്, ഖ സ്വാദ് ളാദ് ഗൈന് ത ഖാഫ് ല, ഇതാണ് ഈ അക്ഷരങ്ങളാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരം. ഈ ഇസ്തിഇലാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ തഫ്ഖീം ചെയ്യേണ്ടി വരും. ഇവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത്. മില്ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ അഥവാ പിന്നെ ക്ലിയർ കുറവുണ്ട് എങ്കിൽ, ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ, അവിടെ വീഡിയോൻ്റെ ക്ലിയർ കൂട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ സെറ്റിങ്സിൽ എന്ത് ചെയ്യുക, പോയി നോക്കി 360 കാണാൻ വേണ്ടി ശ്രമിക്കുക. 140 കണ്ടാൽ, 144 കണ്ടാൽ ക്ലിയർ ഉണ്ടാവുകയില്ല. 360 കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ 460 അല്ലെങ്കിൽ 720 അല്ലെങ്കിൽ 1000 ആയിരിക്കും. ഈ ക്ലാസ് ക്ലിയർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സെറ്റിങ്സ് ശരിയാക്കുക. ഇപ്പോൾ പിന്നെ വീഡിയോ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ആ പ്രശ്നം അവിടുത്തെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കുക. ഇവിടുത്തെ وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ
إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون. സൂറത്തു സജദ കഴിഞ്ഞു. വന്തളിർ, അവിടെ റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ തർക്കീക്ക് ചെയ്യണം. നമ്മുടെ ക്ലാസ് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇപ്പോൾ കൂടുതൽ റീച്ച് കിട്ടുന്നില്ല. റീച്ച് കിട്ടാത്തതിൻ്റെ കാരണം ആളുകളിലേക്ക് എത്താത്തതിൻ്റെ കാരണം എൻ്റെ അടുത്ത് ചെറിയ 1-2 യൂട്യൂബിന് നിരക്കാത്ത ഫാൾട്ടുകൾ വന്നതുകൊണ്ട് ഞാൻ 1-2 വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ പോളിസിയിൽപ്പെട്ടൊരു കാര്യമാണ് വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ എഡിറ്റ് ചെയ്തോടത്തൊക്കെ 1-2 പ്രശ്നം വന്നപ്പോൾ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടുതൽ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയ കാരണം കൊണ്ട് അപ്പോൾ അത് യൂട്യൂബ് തന്നെ അത് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തന്നെ അവരിലേക്ക് തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റത് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അത് സ്പ്രെഡ് ചെയ്യും, മൊത്തത്തിൽ എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ. സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ എത്തുന്ന രൂപത്തിൽ അത് കഴിവിൻ്റെ പരമാവധി യൂട്യൂബ് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കുന്നതാണ്. ഇപ്പം അത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിലേക്ക് തന്നെ എത്തുന്നില്ല എന്നുള്ള 1-2 ആളുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായത് ഈ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ക്ലാസ് കേൾക്കുകയും ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ഒരു കഴിവിൻ്റെ പരമാവധി എത്തിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബ് അത് എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ചെറിയൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത് പരിഹരിച്ച് തരണമെന്ന് അറിയിക്കുകയാണ്. ഇനി സൂറത്തുൽ അഹ്സാബാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നിങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ മറ്റുള്ള എവിടെയെങ്കിലൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് മാത്രം ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഒരു കൂലി വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യലാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നമ്മൾ കാരണം കൊണ്ട് ആരെങ്കിലും അവർ മൊബൈൽ ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ, അപ്പോൾ അത് നിന്ന് കേട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അതിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു കൂലി എനിക്കും നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. واتبع ما يوحى إليك من ربك
ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم പ്രത്യേകം ശ്രദ്ധിക്കുക وما جعل أزواجكم اللائي تظاهرون ലാ എന്നുള്ളിടത്ത് കൂടുതൽ നീട്ടണം, ഈ എന്നുള്ളിടത്ത് ഒരു അക്ഷരം നീട്ടണം, ഒരു യാ ഇല്ലേ, ഒരു അവിടെ യാ ഉണ്ട്, സാധാരണ ഒരു നീട്ടുന്നത് പോലെ നീട്ടുക. وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ഉദുഉ ഐനിന് ളമ്മ് വന്നതുകൊണ്ടാണ് ഉ എന്ന് വായിച്ചത്. ഉദുഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما النبي أولى بالمؤمنين من أنفسهم من إظهار أنفسهم إخفاء وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا إذ جاءوكم من فوقكم ومن أسفل منكم
ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر. ترقيق رائن السكون من بكسر. وتظنون بالله الظنونا. വഖഫ് ചെയ്യുമ്പോൾ ലുനൂന അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ, അവിടെ വഖഫ് ചെയ്യേണ്ട സ്ഥലമാണല്ലോ അല്ലേ, ആയത്തിൻ്റെ അവസാനം. ഇനി അഥവാ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വതളുന്നൂന ബില്ലാഹി ളുനൂന ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا. ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا. ولقد كانوا عاهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا. قل لن ينفعكم الفرار. എത്ര നിയമമുണ്ടെങ്കിലും ആ നിയമങ്ങളൊക്കെ വരണം. കുല്ല ലാമിനെ മറ്റേ ലാമിലേക്ക് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا. أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت. താഇന് സുക്കൂൻ ചെയ്തു, അതിന് തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂൻ ആയതുകൊണ്ട് മദ്ദലീന്. فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير. വഖഫ് ചെയ്തപ്പോൾ റാഇന് സുക്കൂന് മുമ്പ് യാ സുക്കൂനുള്ള യാ വന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിന് മുമ്പ് ഫത്തും ആയാൽ തർക്കീക്ക് ചെയ്യണം. ഖൈർ അതിന് മുമ്പ് ബി അൽസിനത്തിൻ ഹിദാദിൻ അശിഹതൻ അവിടെയൊക്കെ ഇദ്ഹാർ ചെയ്യണം. ഒക്കെ
ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഹഉം ഹംസയും ഐനൊക്കെ വന്നിട്ടുള്ളത്. ഉലൈക ലം യുഅ്മിനു ഫഅഹ്ബത അല്ലാഹു അഅമാലഹും വകാന ദാലിക അലല്ലാഹി യസീറാ. യഹ്ബസൂനൽ അഹ്സാബ ലം യദ്ഹബൂ وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അപ്പോൾ 420 വരെ ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് 440 നമ്മുടെ സൂറത്ത് യാസീൻ, വളരെ പ്രധാനപ്പെട്ട സൂറത്തായ യാസീൻ്റെ സൂറത്ത് നമുക്ക് നല്ലവണ്ണം പാരായണം ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് സ്പീഡ് പരമാവധി കുറച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇഞ്ഞു കുറക്കുകയാണെങ്കിൽ അപ്പോൾ വീഡിയോൻ്റെ ദൈർഘ്യം കൂടിപ്പോവും. അതുകൊണ്ടാണ് പരമാവധി കുറച്ചിട്ട് പിന്നെ ഓതിയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിയമങ്ങളൊക്കെ ഇനി ഏതെങ്കിലും മനസ്സിലാകാൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ഇഖ്ഫാ, ഇദ്ഹാർ, അതൊക്കെ മറ്റുള്ള നിയമങ്ങളൊക്കെ പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഓതിയതും കേട്ടതും അല്ലാഹു തആല സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധ കലാം പാരായണം ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യണം. അവസാനം നമുക്ക് എന്ത് ചെയ്യണം? ഖത്മുൽ ഖുർആൻ നമുക്ക് ആ ഒരു സമയത്ത് പരിശുദ്ധ റമദാൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അതിൻ്റെയൊക്കെ പുറമെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ദുആകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദുആയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുകയും ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്ന് പിന്നെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ പിന്നെ ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു സ്ട്രൈക്ക് വന്ന കാരണം കൊണ്ടാണ് വീഡിയോകളൊക്കെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് പരമാവധി കഴിവിൻ്റെ പരമാവധി ആ ഒരു പിന്നെ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എൻ്റെ അടുത്ത് വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് ഇത് പരമാവധി ആളുകളിലേക്ക് എത്താതെ പോകുന്നത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിലേക്ക് വരെ എത്തുന്നില്ല എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് അവരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളുമായി പരിചയമുള്ള ആൾക്കാർ വരെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ടത് പിന്നെ ആളുകളിലേക്ക് എത്താറുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തുന്നില്ല. അത് എത്താത്തതിൻ്റെ കാരണം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്. യൂട്യൂബുമായിട്ടുള്ള ചെറിയ പോളിസികൾക്ക് നിരക്കാത്ത പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ 1-2 പിന്നെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് എഡിറ്റിങ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. ആ ഡിലീറ്റ് ചെയ്ത കാരണം കൊണ്ടായിരിക്കുമെന്നാണ് പിന്നെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്.
അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ അമാലുകളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളാണ് വരാനിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ 10 വിട പറയാൻ പോവുകയാണ്. നാളത്തെ മഗ്‌രിബോടുകൂടെ ഈ രണ്ടാമത്തെ 10 വിട പറയുകയാണ്. മൂന്നാമത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഈ മഗ്ഫിറത്ത് നൽകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരിക്കലും തന്നെ നാം അവരെ മറക്കാൻ പാടില്ല. നമ്മുടെ ദുആകളിലൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മറന്നു വരുന്നുണ്ടാവും. അവരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കും ദുആ ചെയ്യണം. അല്ലാഹു തആല അവർക്കും നമുക്കും മഗ്ഫിറത്തിൻ്റെ കവാടം തുറന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ഖും മിനന്നാറിൽ അല്ലാഹു തആല അവരെയും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് കൂടുതലായിട്ട് ദുആ ചെയ്യുന്നില്ല. വീഡിയോ ഒക്കെ ദൈർഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞവരും ഒക്കെ ഉണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാം അറിയുന്ന റഹ്മാനെ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഒരു സഹോദരി അതുപോലെ തന്നെ ഉംറക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുന്നാര ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് ഒന്ന് സിയാറ ചെയ്യാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും തൗഫീഖ് നൽകണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചവരൊക്കെ ഉണ്ട് ഈ വർഷം പോകാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും വരുന്ന വർഷങ്ങളിലൊക്കെ ആയിട്ട് പോകാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സമ്പത്ത് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ അവിടെ ചെന്ന് കൺകുളിർമ കാണാനും അതുപോലെ തന്നെ ഹജ്ജ് ഉംറക്ക് നിർവഹിക്കാനും ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫൊക്കെ ഒന്ന് സിയാറ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല ആ വലിയ മഹത്തായ സൗഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ യഥാർത്ഥ മുത്തഖീകൾ ഞങ്ങളെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളെ സഹോദരന്മാർ, മാതാപിതാക്കൾ, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും റഹ്മാനെ റബ്ബെ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, റഹ്മാനെ റബ്ബെ, അയൽവാസികൾ, കുടുംബക്കാർ എല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.